അടിമാലി മണ്ണിടിച്ചിൽ അപകടത്തിന് കാരണം ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം ആണെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സുരക്ഷാ മതിൽ നിർമ്മിക്കും. പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചിലർ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് എന്നും ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട് പറഞ്ഞു. സ്റ്റഡി റിപ്പോർട്ട് കിട്ടി. റിപ്പോർട്ടിൻ്റെ അകത്ത് ഒരു വീഴ്ചയുണ്ട്. അത് പിന്നെ മണ്ണ് അവിടെ കട്ട് ചെയ്തതിൽ ചെറിയ വീഴ്ചയുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു റോഡ് കട്ടിങ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. NHAIക്ക് പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ഇൻഷുറൻസ് കവറേജ് പര്യാപ്തമല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ആ കൂടുതൽ തുക NHAI തന്നെ വഹിക്കണം അന്നത്തെ മീറ്റിംഗിൽ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അവരുടെ വീഴ്ചയായതുകൊണ്ട് അവർ തന്നെ അതിന് പരിഹാരം കാണണമല്ലോ. അത് ജെയിൻസ് രാജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയിൻ, ഗുഡ് മോർണിംഗ്. ജില്ലാ കളക്ടർ ഇപ്പോൾ ഈ അപകടം നടന്നതിന് ശേഷം പറയുന്നു നിർമ്മാണം അശാസ്ത്രീയമായിരുന്നു എന്ന്. ഇത് തുടക്കം മുതൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ തുടക്കത്തിൽ ഇവരാരും ഈ ഇടപെടൽ നടത്താതിരുന്നത് എന്തുകൊണ്ടാണ്? ഇനി വീണ്ടും സംരക്ഷണ മതിൽ കെട്ടും പല സ്ഥലങ്ങളിൽ എന്ന് പറയുന്നുണ്ട്. ഇതിനോടകം തന്നെ നിർമ്മാണം പാതി വഴിയെങ്കിലും ആയ സ്ഥലങ്ങളിൽ വീണ്ടും ഇത് പുനർനിർമ്മാണത്തിലേക്ക് കടക്കുകയാണോ? മോത്തി ഏതാണ്ട് പൂർണ്ണമായും തന്നെ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് മണ്ണിടിച്ച് നീക്കിയിട്ടുണ്ട്. ആ ഘട്ടത്തിലൊന്നും കാര്യമായിട്ടുള്ള എതിർപ്പ് അല്ലെങ്കിൽ പ്രദേശത്തൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം ജില്ലാ ഭരണകൂടത്തിനും ദേശീയപാത അതോറിറ്റിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇത്തരമൊരു ദുരന്തത്തിലേക്ക് ഒരു നാടിനെ നയിച്ചത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇപ്പോൾ എന്തായാലും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും അതോടൊപ്പം തന്നെ റവന്യൂ, ദുരന്ത നിവാരണ വകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ സംയുക്തമായി അവിടെ ഒരു പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിലാണ് ഈ അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, നേര്യമംഗലം മുതൽ ഏതാണ്ട് മൂന്നാർ വരെയുള്ള ഭാഗത്ത് പല സ്ഥലത്തും ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള മണ്ണെടുപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. കാരണം ആ വഴി പോയി നോക്കിയാൽ നമുക്കറിയാൻ കഴിയും അശാസ്ത്രീയമായിട്ടാണ് മണ്ണെടുപ്പ് നടന്നിരിക്കുന്നത് എന്നുള്ളത്. ഇനി ഇതിൽ ഉത്തരവാദിത്വം അത് ദേശീയപാത അതോറിറ്റിക്ക് മേളിൽ മാത്രം കെട്ടിവെച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നാൽ അത് തടയേണ്ട ഉത്തരവാദിത്വം റവന്യൂ വകുപ്പിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു റെഡ് സോൺ ഉൾപ്പെടുന്ന മേഖലയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണമുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിൽ നടക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പും പാറഖനനവും അത് തടയേണ്ട ഉത്തരവാദിത്വം റവന്യൂ വകുപ്പിനുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ കരാർ കമ്പനിക്കും അതോടൊപ്പം തന്നെ ദേശീയപാത ഉദ്യോഗസ്ഥർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ നിയമ നടപടിക്ക് പോയാൽ ഈ അടിമാലിയിൽ വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാകും. അതുകൊണ്ട് അത്തരം ഒരു നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. അവിടെയൊക്കെ സുരക്ഷാ മതിൽ നിർമ്മിക്കും എന്ന് അവർ പറയുന്നുണ്ട്. എത്രത്തോളം ഫലപ്രദമായി അവിടെ നിർമ്മിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇപ്പോൾ പല സ്ഥലത്തും സുരക്ഷാ മതിൽ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ അത് പര്യാപ്തമായിട്ടുള്ളതല്ല എന്നുള്ളതാണ് കഴിഞ്ഞ മഴക്കാലത്തൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ മൂന്നാർ മുതൽ ജെയിനു, യാതൊരു വ്യവസ്ഥയുമില്ലാതെയാണ് ദേശീയപാതയിൽ പല സ്ഥലത്തും മണ്ണെടുത്തിട്ടുള്ളത്, നിർമ്മിതികൾ നടത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. തുടക്കം മുതൽ ഈ റവന്യൂ വകുപ്പിന്റെ, കളക്ടറുടെ, ജില്ലാ ഭരണകൂടത്തിന്റെ ഒക്കെ മൂക്കിൻ താഴെയാണ് ഈ സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ഇവർ ആ സമയത്തിൽ ഇത് ഇടപെട്ടില്ല? വീക്ഷണത്തോടെ ഈ കാര്യങ്ങൾ കണ്ടില്ല. ദൂരവ്യാപകമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നത് മുൻകൂട്ടി കണ്ട തീരുമാനമെടുക്കാൻ ഇവർക്കൊക്കെ കഴിയണ്ടേ? ദേശീയപാത അതോറിറ്റിയുടെ തലയിൽ മാത്രം ഈ കാര്യങ്ങൾ കെട്ടിവെച്ചതുകൊണ്ട് എങ്ങനെയാണ് ഇതിൽ നിന്നും തടിയുരാൻ ഇവർക്കൊക്കെ കഴിയുക? അതുകൊണ്ട് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തും കരാറുകാരുടെ ഭാഗത്തും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തും കളക്ടറുടെയും റവന്യൂ വകുപ്പിന്റെ ഭാഗത്തും ഒക്കെ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഇതിനി കതിന്മേൽ വളം വെക്കുക എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ ഇതെല്ലാം പൂർത്തിയായ ശേഷം ഇനി സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. മണ്ണെടുപ്പ് അശാസ്ത്രീയമായാൽ പിന്നെ എന്ത് സംരക്ഷണ ഭിത്തി കെട്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക? ജെയിൻസ് രാജുവാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.